29,53,63,110 രൂപയുടെ വരവ് 2026-27 സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിക്കുന്നു. ആയതിൽ ചെലവ് കഴിച്ച് 3,93,22,555 രൂപയുടെ മിച്ച ബജറ്റാണ് ഈ ഭരണസമിതി 2026-27 സാമ്പത്തിക വർഷത്തേക്ക് അവതരിപ്പിക്കുന്നത്. നമസ്കാരം, ചാനൽ 10 വാർത്തകളിലേക്ക് സ്വാഗതം. സമഗ്ര വികസനവും സാമൂഹിക ക്ഷേമവും ലക്ഷ്യമാക്കി നവീന പദ്ധതികളുമായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷ ബജറ്റ് അവതരിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് CK ഹാരിസ് ബജറ്റ് അവതരണം നിർവഹിച്ചു. സ്ത്രീ ശാക്തീകരണം, ഭവന നിർമ്മാണം, തൊഴിൽ ശേഷി വികസനം, ഡിജിറ്റൽ സാക്ഷരത എന്നിവയ്ക്ക് മുൻഗണന നൽകിയാണ് പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തിന്റെ 2026-27 സാമ്പത്തിക വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചത്. വൈസ് പ്രസിഡന്റ് CK ഹാരിസ് ബജറ്റ് അവതരണം നിർവഹിച്ചു. 2025-26 വർഷത്തെ നീക്കി ബാക്കി ഉൾപ്പെടെ ആകെ 29,53,63,110 രൂപയുടെ വരവ് 2026-27 സാമ്പത്തിക വർഷത്തിൽ പ്രതീക്ഷിക്കുന്നു. ആയതിൽ ചെലവ് കഴിച്ച് 3,93,22,555 രൂപയുടെ മിച്ച ബജറ്റാണ് ഈ ഭരണസമിതി 2026-27 സാമ്പത്തിക വർഷത്തേക്ക് അവതരിപ്പിക്കുന്നത്. ബ്ലോക്ക് പഞ്ചായത്തിന്റെ ഉന്നമനത്തിനായി ചാലക ശക്തികളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഭരണസമിതി അംഗങ്ങളെയും ജീവനക്കാരെയും അഭിനന്ദിക്കുന്നതിനായി ഈ അവസരം ഉപയോഗപ്പെടുത്തുന്നു. ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് നജ്മ തബ്ഷീറ അധ്യക്ഷത വഹിച്ചു. 2,95,36,310 രൂപ വരവും 2,56,40,555 രൂപ ചിലവും 39,32,555 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. വനിതകളെ ഡിജിറ്റൽ രംഗത്ത് പ്രാപ്തരാക്കുന്നതിനായി വനിതാ ഡിജിറ്റൽ മാർക്കറ്റിംഗ് യൂണിറ്റ് ആരംഭിക്കും. ഡിജിറ്റൽ മാർക്കറ്റിംഗ് പരിശീലനം, സ്വയം തൊഴിൽ സംഘങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ബ്രാൻഡിംഗ് സഹായം, ഇ-കൊമേഴ്സ് പ്ലാറ്റ്ഫോം രജിസ്ട്രേഷൻ എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ബ്ലോക്ക് തലത്തിൽ ഡിജിറ്റൽ സപ്പോർട്ട് ഡെസ്കും ആരംഭിക്കും. ഭവനരഹിതർക്കായി 2 കോടി രൂപ മാറ്റിവെച്ചിട്ടുണ്ട്. സ്വന്തമായി ഭൂമിയുള്ള പിന്നോക്ക കുടുംബങ്ങളുടെ വീടെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുകയാണ് പ്രധാന ലക്ഷ്യം. കരിയർ കണക്ട് പദ്ധതിയിലൂടെ ഉദ്യോഗാർത്ഥികൾക്ക് പരിശീലനം മുതൽ നിയമനം വരെ പിന്തുണ നൽകും. തൊഴിൽ ഡാറ്റാബേസ് രൂപീകരണം, തൊഴിൽ മേളകൾ, അഭിമുഖ പരിശീലനം, സോഫ്റ്റ് സ്കിൽ വികസന പരിപാടികൾ എന്നിവയും നടപ്പിലാക്കും. പട്ടികജാതി വിഭാഗത്തിലെ മികവുറ്റ വിദ്യാർത്ഥികൾക്ക് 10ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ നാഷണൽ മെറിറ്റ് സ്കോളർഷിപ്പ് നൽകും. ഭിന്നശേഷിക്കാർക്കായി ബ്ലോക്ക് തലത്തിൽ കലാമേളയും കലാകൂട്ടായ്മയും സംഘടിപ്പിക്കും. വനിതാ ഫെസിലിറ്റേഷൻ സെന്റർ സ്ഥാപിച്ച് ഡിജിറ്റൽ സേവനങ്ങൾ, സൈബർ സുരക്ഷ, ബോധവൽക്കരണം, മാനസികാരോഗ്യ കൌൺസിലിംഗ്, തൊഴിൽ സംരംഭകത്വ മാർഗനിർദ്ദേശം എന്നിവ നൽകും. ഭവന നിർമ്മാണം, കൃഷി, സാമൂഹ്യക്ഷേമം, അടിസ്ഥാന സൗകര്യ വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകിയ ബജറ്റിൽ ആരോഗ്യം, ശുചിത്വം, കുടിവെള്ളം തുടങ്ങിയ മേഖലകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പാർപ്പിട പദ്ധതി, സ്ത്രീ ശാക്തീകരണം, ഭിന്നശേഷി ക്ഷേമം, വയോജനക്ഷേമം, നെൽകൃഷി പ്രോത്സാഹനം, ക്ഷീരകർഷകരുടെ സഹായം എന്നീ പദ്ധതികൾക്കെല്ലാം ബജറ്റിൽ തുക മാറ്റിവെച്ചിട്ടുണ്ട്. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.